ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഒരു അടപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ് അടപ്രഥമൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട തന്നെ ആവില്ലേ അടപ്രഥമൻ. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് വിചാരിക്കുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അരിയടയാണ് എടുത്തിട്ടുള്ളത്. അരിയടയാണ് ഉണ്ടാക്കാനായിട്ട് എളുപ്പം. ഇത് നമ്മൾ കുതിർത്തി വെക്കുകയൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു 3 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം തലേ ദിവസമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും ഞാൻ ഫ്രീസറിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിങ്ങനെ കട്ടയായിപ്പോയി. എന്നാലും കുഴപ്പമൊന്നും. ഇനി നമുക്ക് വേണ്ടത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ അട വേവാനുള്ള വെള്ളം വേണം വെക്കാനായിട്ട്. അപ്പം ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ അടയൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. കഴുകി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ വേണം നമ്മൾ ഈ അരിയട ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനായ കാരണം നമ്മൾ അടി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ഞാൻ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം വറുത്തെടുക്കുകയാണ്. സമയം കൊണ്ട് ഇപ്പോൾ ഇതാ അടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വാർത്തെടുത്തതിന് ശേഷം പച്ചവെള്ളം ഒന്ന് തുറന്നിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പശയൊക്കെ ആയിട്ട് നന്നായിട്ട് കുറുകിപ്പോവും. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കാം. സ്റ്റൗ ഒന്ന് ഓണാക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 1/2 കിലോ ശർക്കരയാണ് 200 ഗ്രാം അടയിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് അട ചേർത്ത് കൊടുക്കാം. അട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതാ അട ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഈ അരിയട പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് എടുക്കുകയാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പ് വേണമെങ്കിൽ അത് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതുപോലെ തന്നെ വേവാൻ കുറച്ച് താമസമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് വറ്റി വരണം കേട്ടോ. ഇനി നമുക്ക് 2-3 തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനത്തെ പാത്രമാകുമ്പോൾ പിന്നെ പേടിക്കാനില്ല. ഉരുളിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂട് തട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കട്ടായിട്ടുണ്ടായിരുന്നു എന്ന്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നില്ല. തലേ ദിവസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാലട റെഡിയാക്കി എടുക്കാം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യിലാണല്ലോ വറുത്തെടുത്തത്. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നല്ല പായസം റെഡി ആയിട്ടുണ്ട്. അതായത് അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെള്ളമായത് നോക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ടയാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അതായത് ഞാനിതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒരു
മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മധുരം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ലൂസാക്കായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് അല്ലേ? അപ്പം നമുക്കിത് മറ്റേ തേങ്ങാപ്പാലൊക്കെ നേരത്തെ എടുത്തൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പായസമൊക്കെ കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി അടുത്ത സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.